വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി. വയനാട് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് ഈ പരോൾ റദ്ദ് ചെയ്യുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൊടിസുനി TP വധക്കേസിലെ പ്രതികൾ ഒരാളാണ്. ഇയാളുടെ പരോളാണിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ജാമ്യ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചു എന്നുള്ള കാരണങ്ങളാണ്. അന്യ സംസ്ഥാനത്തേക്ക് പോലും ഇയാൾ യാത്ര ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. മിഥുൻ പിള്ള. TP വധക്കേസിൽ ഉൾപ്പെടെ നിരവധി കൊലക്കേസിലെ പ്രതിയായ കൊടിസുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ല. കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കാനും അയാൾക്ക് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മീനങ്ങാടിയിലാണ് ഇയാൾ താമസിക്കുന്നത്. സ്വാഭാവികമായും പരോൾ ലഭിച്ചു കഴിഞ്ഞാൽ മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ ഇക്കഴിഞ്ഞ 21-ാം തീയതി കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ ലഭിച്ചിട്ടും ഇയാൾ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന പരോൾ വ്യവസ്ഥ ലംഘിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, പരോൾ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇതര സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ ഇയാൾ യാത്ര ചെയ്തു എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മീനങ്ങാടി CI ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകിയത്. കാരണം ഇയാൾ പരോൾ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചു. അതുകൊണ്ട് തന്നെ ഇയാൾ പരോളിന് അർഹനല്ല എന്നൊരു റിപ്പോർട്ടാണ് ഇയാൾ വയനാട് മീനങ്ങാടി CI ആഭ്യന്തര വകുപ്പിന് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുനിയുടെ പരോൾ റദ്ദാക്കിക്കൊണ്ട് അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കണ്ണൂർ തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുവന്ന് മടങ്ങുന്നതിനിടെ ഹോട്ടലിൽ വെച്ച് കൊടിസുനിക്ക് മദ്യപിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നതിന്റെ പേരിൽ 3 സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്തിരുന്നു. തലശ്ശേരി കോടതിയിൽ അയാളെ കൊണ്ടുവന്ന് മടങ്ങി പോകുമ്പോഴാണ് ഇത്തരമൊരു സഹായം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിലാണ് 3 പേർക്കെതിരെ നടപടി ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചത്. അയാൾക്ക് നിലവിൽ കണ്ണൂരിൽ പ്രവേശിക്കാൻ അനുമതി ഇല്ലെങ്കിലും നിലവിൽ കൊടിസുനി പ്രതിയായ ന്യൂമാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അയാൾക്ക് പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇയാൾ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത്. ഇതിനിടെയാണ് ഈ പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നൊരു ആരോപണം കൂടി ഇയാൾക്കെതിരെ ഉയർന്നു വന്നത്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിൽ TP വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കുകയാണ്. അത് മാത്രമല്ല, ഇയാൾക്ക് ഹോട്ടലിൽ മദ്യപിക്കാൻ കാവൽ നിന്നതിൻ്റെ പേരിൽ 3 പോലീസുകാർക്ക് ഇന്നലെ സസ്പെൻഷൻ നടപടിയും നേരിട്ടിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.